നുകത്തിൻ കീഴിലിരിക്കുന്ന ഒരു മനുഷ്യൻ ഒരിക്കലും സ്വതന്ത്രനല്ല. നിങ്ങൾ എത്ര വലിയ വ്യക്തിയാണെങ്കിലും, എത്ര ചെറിയ വ്യക്തിയായെങ്കിലും, സമ്പന്നനാണെങ്കിലും ദരിദ്രനാണെങ്കിലും, പണ്ഡിതനാണെങ്കിലും പാമരനാണെങ്കിലും, ഒരു കാര്യം തിരിച്ചറിയണം: നുകത്തിന്റെ കീഴിൽ നിങ്ങൾക്ക് സ്വാതന്ത്ര്യത്തോടെ ജീവിക്കാൻ കഴിയത്തില്ല. ലേവ്യ പുസ്തകത്തിലെ ശ്രദ്ധേയമായൊരു വചനം നിങ്ങളുടെ മനസ്സിലേക്ക് ഞാൻ കൊണ്ടുവരുന്നു. 26-ാം അധ്യായത്തിന്റെ 13-ാമത്തെ വചനം: ഞാൻ നിങ്ങളുടെ നുകക്കൈകളെ ഒടിച്ച് നിങ്ങളെ നിവർന്ന് നടക്കുമാറാക്കിയിരിക്കുന്നു. ഈ വചനം നമ്മൾ പഠിക്കുമ്പോൾ ഇസ്രായേൽ മക്കൾ മിസ്രയീം എന്ന അടിമതുകത്തിന്റെ കീഴിലായി. അവർ എത്ര അധ്വാനിച്ചാലും അവർക്ക് നന്മയില്ല, അവർക്ക് ശരിയായ ഭക്ഷണങ്ങൾ ലഭിക്കുന്നില്ല, അവരുടെ ജീവിതം കയ്പായി പോയെന്നാണ് പുറപ്പാട് പുസ്തകത്തിന്റെ ആദ്യത്തെ വാക്യങ്ങളിൽ പഠിക്കുവാൻ കഴിയുന്നത്. അധ്വാന ഫലത്തെ അപഹരിച്ച് അവരുടെ ഭാവിയെ കയ്പാക്കി തീർത്ത പൈശാചിക മണ്ഡലങ്ങൾ വെച്ചുകെട്ടിയ നുകത്തെ സർവശക്തനായ ദൈവം നുകക്കൈകളെ ഒടിച്ചിട്ട് തന്റെ ജനത്തെ നിവർത്തി നടത്തി. ഇനി വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ എത്ര ശ്രമിച്ചിട്ടും എത്ര പ്രാർത്ഥിച്ചിട്ടും നിവരുവാൻ കഴിയാതെ പരാജയം എന്ന പടുകുഴിയിലേക്ക് വീണുകൊണ്ടിരിക്കുന്ന ചിലരെ ഞാൻ ആത്മക്കണ്ണുകളിലൂടെ കാണുക. നിങ്ങൾ അധ്വാനിക്കുന്നുണ്ട്, റിസൾട്ട് ഇല്ല. നിങ്ങൾ ജീവിക്കുന്നുണ്ട്, ആ കയ്പ് മാറുന്നില്ല. എന്താ കർത്താവേ, എന്റെ ലൈഫ് മാത്രം ഇങ്ങനെ? അപ്പുറത്തും ഇപ്പുറത്തും വീടുകളിലുള്ളവർ എത്രയോ അനുഗ്രഹിക്കപ്പെടുന്നു, എന്റെ ജീവിതത്തിൽ മാത്രം എന്താണ് ഈ പരാജയം എന്നൊരു ചോദ്യചിഹ്നം നിന്റെ മനസ്സിനകത്തുണ്ടെങ്കിൽ ദൈവം നിന്നോട് സംസാരിക്കുക. ലവലേശം കുലുങ്ങണ്ട, നിന്റെ നുകക്കൈകളെ ഒടിക്കുന്ന ഒരു ദൈവ സാന്നിധ്യത്തെ കുറിച്ചാ പറയുന്നത്. ഇസ്രായേൽ മക്കൾ മിസ്രയീം എന്ന നുകത്തിന്റെ കീഴിൽ ബന്ധിക്കപ്പെട്ട് കിടക്കുമ്പോൾ മോശെ എന്ന ദൈവപുരുഷനെ ദൈവം എഴുന്നേൽപ്പിച്ചു. അവരുടെ നുകക്കൈകളെ ഒടിച്ചു, അവരെ പുറത്തിറക്കി എന്നാൽ നമുക്ക് ബൈബിളിൽ പഠിക്കാൻ കഴിയും. നിന്റെയും എന്റെയും ലൈഫിലെ നുകങ്ങളെ ഒടിക്കുവാൻ ഒരാളെ ദൈവം എഴുന്നേൽപ്പിക്കും. അതൊരു ദൈവദാസനായിരിക്കാം, അല്ലെങ്കിൽ ഒരു ശുശ്രൂഷകനായിരിക്കാം, അല്ലെങ്കിൽ ഒരു വ്യക്തിയായിരിക്കാം. അവനിലൂടെ നിന്റെ നുകക്കൈകളെ ഒടിച്ച് നിന്നെ ദൈവം നിവർത്തി നടത്തും. ഇസ്രായേൽ മക്കളുടെ വിടുതൽ ഒരു മോശ വേണമായിരുന്നു, ഒരു നയമാന്റെ സൗഖ്യത്തിന് വേണ്ടി ഒരു പ്രവാചകൻ വേണമായിരുന്നു. സ്തോത്രം. അങ്ങനെയെങ്കിൽ ഇന്ന് വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിന്റെ വിടുതലിനായി ദൈവം ഒരാളെ എഴുന്നേൽപ്പിക്കാൻ പോവുക. ഈ ദിവസങ്ങളിൽ നുകക്കൈകളെ ഒടിച്ച് നിന്നെ ദൈവം നിവർത്തി നടക്കും. അങ്ങനെ വിശ്വസിക്കാം, അങ്ങനെ പ്രാർത്ഥിക്കാം, കരങ്ങളെ ചേർത്ത് പിടിക്കാം. കാരുണ്യവാനായ ദൈവമേ, സ്വർഗസ്ഥനായ പിതാവേ, എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. നുകത്തിന്റെ കീഴിൽ ബന്ധിക്കപ്പെട്ട് മുന്നോട്ട് പോകാൻ കഴിയാതെ അവരെ അലട്ടുന്ന പ്രതിബന്ധങ്ങൾ വഴിമാറിപ്പോകട്ടെ. യേശുക്രിസ്തുവിന് അധികാരമുള്ള നാമത്തിൽ സകല പ്രതിബന്ധങ്ങളെയും അതിജീവിക്കുന്ന ദൈവകൃപയുടെ വ്യാപാര ശക്തി നിന്റെ മക്കളുടെ മേൽ ഇറങ്ങി വരണമേ എന്ന് ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുക. പിശാചിന്റെ തന്ത്രങ്ങൾ പൊട്ടണം, ദൈവത്തിന്റെ പദ്ധതി വെളിപ്പെടണം. എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന മക്കളെ നിന്റെ നാമം ചൊല്ലി പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കും. യേശുക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ. നിങ്ങളെ നുകക്കൈകളെ ഒടിച്ച് ദൈവം നിവർത്തി നടത്തും. ഗോഡ് ബ്ലസ് യു.